തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗത്തിൽ അന്തിമ തീരുമാനമായില്ല. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യം മന്ത്രിമാർ കേട്ടെങ്കിലും തീരുമാനം 4-ന് കോടതിയിൽ അറിയിക്കുമെന്നാണ് സർക്കാർ നിലപാട്. സൗജന്യമായി ഭൂമി വിട്ടു നൽകണമെന്ന ആവശ്യവുമായാണ് ദേവസ്വങ്ങൾ രംഗത്തെത്തിയത്. നീതി ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇരു ദേവസ്വങ്ങളുടെയും തീരുമാനം. തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക കൂട്ടിയതിൽ പ്രതിഷേധം ശക്തമായപ്പോഴാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും മന്ത്രി കെ രാജനും യോഗം വിളിച്ചു ചേർത്തത്. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നടത്തിയ യോഗം അന്തിമ തീരുമാനമെടുക്കാനാകാതെ പിരിയുകയായിരുന്നു. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം 4-ന് കോടതിയിൽ അറിയിക്കാമെന്നാണ് മന്ത്രിമാർ പറഞ്ഞത്. പിന്നാലെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അംഗങ്ങൾ ഭൂമി സൗജന്യമായി വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഇത് കഴിയുന്നതും ഒരു സർക്കാർ തീരുമാനമെടുത്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തി സൗജന്യമായിട്ട് ഞങ്ങൾക്ക് ഇത് തരാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, മറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തുകയുമായി തറവാടകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം. പൂരത്തെ തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ കെ രാധാകൃഷ്ണൻ ചർച്ചയിൽ തീരുമാനമായില്ലെന്ന് വ്യക്തമാക്കി. എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്നുള്ളതൊരു വലിയ വികാരമാണ്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല. എന്തായാലും ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യും. കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനമായിട്ടില്ല. ദേവസ്വം ബോർഡുകൾ 2 ബോർഡുകളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയാവുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയും അതിന് മാക്സിമം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശം. തടസ്സങ്ങളില്ലാത്ത തരത്തിൽ പൂരം ഗംഭീരമായി നടത്തുമെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. ചർച്ചയുടെ ഒരു ആകത്തുക തൃശ്ശൂർ പൂരം അതിഗംഭീരമായി നടക്കും, അതിലൊരു തടസ്സവും ഉണ്ടാകില്ല. ആ പൂരം നടത്താൻ തടസ്സമില്ലാത്ത വിധത്തിലുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെൻറ് എടുക്കും. അത്രേ ആ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. പ്രദർശനത്തിനായി ഭൂമി സൗജന്യമായി വിട്ടു നൽകണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടതായി TN പ്രതാപൻ MP-യും പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്, ഞാൻ പറഞ്ഞ അഭിപ്രായം സൗജന്യമായി കൊടുക്കണമെന്നാണ്. ഇത് കൊമേഴ്സ്യൽ പർപ്പസായിട്ട് ഈ എക്സിബിഷന് കൊമേഴ്സ്യൽ പർപ്പസായിട്ട് കാണും. പൂരത്തിന് വേണ്ടിയുള്ള എക്സിബിഷനാണ്. നിരവധി സൗജന്യങ്ങൾ തേക്കിൻകാട് മൈതാനത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുന്നിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സൗജന്യമായി കൊടുക്കാവുന്ന രീതിയിലുള്ള നയപരമായ തീരുമാനം ഗവൺമെൻറ് എടുക്കണം, അത് കോടതിയിൽ പറയണം എന്നാണ് 2 മന്ത്രിമാരോടും MP എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടതും 2 ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടതും അത് പരിഗണിക്കും എന്നാണ് പൂർണ്ണ വിശ്വാസം. ഹൈക്കോടതി കേസ് 4-ന് പരിഗണിക്കുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനം. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് സർക്കാരിൻ്റെ അനുനയ ശ്രമം നടന്നത്. ജനം, തൃശൂർ.